നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1068 ഡേ. ടുഡേ 17th ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 14th ചാപ്റ്റർ. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 14ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം പ്രഥമസ്കന്ധത്തിലെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ കൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 17ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം തത്സത്. വായുർവാദികരസ്പർശോ രജസാ വിസൃജം സ്തമാ വർഷന്തി ജലധാരിക്തം ബീഭത്സം ഇവ സർവദാ. ഓം തത്സത്. വായുർവാദികരസ്പർശോ രജസാ വിസൃജം സ്തമാ വർഷന്തി ജലധാരിക്തം ബീഭത്സം ഇവ സർവദാ. ഓം തത്സത്. പദം ഇരിക്കേണ്ടത് വായു, വാദി, കരസ്പർശ, രജസ വിസൃജം തമ വർഷന്തി ജലത രക്തം ബീഭത്സം ഇവ സർവത. അതായത് രജസ ധൂളി കൊണ്ട്, തമ വിസർജൻ ഇരുട്ടിനെ വ്യാപിപ്പിക്കുന്ന, ഖരസ്പർശ വായു കഠിനസ്പർശത്തോടു കൂടിയ വായു, വാദി വീശുന്നു, ജലത മേഘങ്ങൾ, സർവത എങ്ങും, ബീഭത്സം ഇവ ഭയങ്കരമായി തന്നെ ഇരിക്കുന്ന, രക്തം വർഷന്തി രക്തം വർഷിക്കുന്നു. അതായത് കാറ്റ് കഠിനമായി വീശി കുഴികളെ പരത്തി ദിക്കുകളെ അന്ധകാരവൃതമാക്കി തീർക്കുന്നു. മേഘങ്ങൾ എങ്ങും ഭയങ്കരമായ രക്തവർഷത്തെ ചെയ്യുന്നു. അതായത് തൻ്റെ ചുറ്റും കാണുന്ന ആ ദുർനിമിത്തങ്ങളെ പറയുകയാണ് ധർമ്മപുത്രൻ തൻ്റെ സഹോദരനായ ഭീമസേനോട്. അദ്ദേഹം പറയുകയാണ്, കാറ്റ് കഠിനം പൂജികളെ ഉയർത്തിക്കൊണ്ട് പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇത് ദിക്കുകളൊക്കെ വെച്ചാൽ പൊടിക്കാറ്റ് വീശുമ്പോൾ പൊടി കൊണ്ട് സൂര്യഭഗവാനെ മറിച്ച് കളയുകയും അതുകൊണ്ട് തന്നെ ദിക്കുകളൊക്കെ അന്ധകാരമായി തീരുകയും ചെയ്യും. അപ്രകാരമായി ഈ ദിക്കുകളൊക്കെ അന്ധകാരമാക്കി തീർക്കുന്ന പൊടിക്കാറ്റ് വീശുന്നു. കാർമികങ്ങളെല്ലാം അതിഭയങ്കരമായിട്ട് രക്തത്തെ വർഷിക്കുന്നു. ചുവപ്പ് നിറമുള്ള വെള്ളത്തെ വർഷിക്കുന്നു. ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ്. എന്തോ മോശം വരാൻ പോകുന്നതിനും മോശം നടന്നിട്ടുണ്ട്, ദുഃഖകരമായ ഏതോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഇതൊക്കെ ഇദ്ദേഹത്തിന് തോന്നുന്നത്. അതുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള വ്യത തൻ്റെ സഹോദരനായിട്ടുള്ള ഭീമസേനൻ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വായുർവാദികരസ്പർശോ രജസാ വിസൃജം സ്തമാ വർഷന്തി ജലധാ രക്തം ബീഭത്സം ഇവ സർവദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയിരാരോഗ്യത്തെ കിട്ടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ പ്രസാദത്തെ സമർപ്പിക്കുന്നു. ഗീതാനന്ദ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓ